ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്താ? ടെക്സ്റ്റ് ബോക്സ് അഡ്വാൻസ് ഫോർമാറ്റ് യൂസർ ഫോറം എക്സൽ VBA. അതായത് ടെക്സ്റ്റ് ബോക്സ് അഡ്വാൻസ് ഫോർമാറ്റ്. ഇത് ടെക്സ്റ്റ് ബോക്സ് ഫോർമാറ്റ് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇൻ കേസ് നിങ്ങളിത് കണ്ടില്ലെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡെവലപ്പർ ടാബിലേക്ക് പോകാം. വിഷ്വൽ ബേസിക്. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു യൂസർ ഫോറം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക്. ടെക്സ്റ്റ് ബോക്സ് 1, ടെക്സ്റ്റ് ബോക്സ് 2, ടെക്സ്റ്റ് ബോക്സ് 3. ടെക്സ്റ്റ് ബോക്സിൽ എന്നാൽ നെമ്പറിക്ക് ഓൺലി, അതായത് ഇതിൽ നമ്പർ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 2 ടെക്സ്റ്റ് മാത്രമേ ഇതിൽ അക്സെപ്റ്റ് ചെയ്യൂ. മൂന്നാമത്തത് എന്താ? മൾട്ടി ലൈൻ, അതായത് എക്സലിൽ റാപ്പ് ടെക്സ്റ്റ് ഒന്നിന് താഴെ മറ്റൊന്നായിട്ട്. ഈ ടെക്സ്റ്റ് ബോക്സ് 1 ഡബിൾ ക്ലിക്ക്. ഇവിടെ നമുക്കൊരു വേരിയബിൾ എടുക്കണം. ഡിം എ ആസ് ബൂലിയൻ. ഈ ബൂലിയൻ എന്താ നിങ്ങൾക്കറിയാമായിരിക്കും. ട്രൂ ഫാൾസിന് വേണ്ടിയാണ് ബൂലിയൻ ഉപയോഗിക്കുന്നത്. ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അതിനുശേഷം എന്താ? ഡിം ബി ആസ് ബൈറ്റ്. ഈ ബൈറ്റിൻ്റെ കപ്പാസിറ്റി എത്ര? 255, 255. ഇതിന് എക്ക് സ്റ്റോർ ചെയ്യുക. എന്ത് സ്റ്റോർ ചെയ്യണം? എ ഈക്വൽ ഈസ് നമ്പറിക്. ഏതാ? മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1. ഇതും ചെക്ക് ചെയ്യുക. എക്ക് എന്താ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 2 ഈക്വൽ എ. ഇതൊന്ന് പ്ലേ ചെയ്യാം. 1, 2, 3 ട്രൂ 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 എല്ലാം ട്രൂ തന്നെ. ഇവിടെ ടെസ്റ്റ് അടിക്കുക. ഫാൾസ്. അപ്പോൾ ട്രൂ ഫാൾസ് എന്നത് മനസ്സിലായിക്കാണ് നിങ്ങൾക്ക്. ഓക്കെ. ഇനി ഇവിടെ എന്താ? ബി നോക്കാം. ബി ഈക്വൽ മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റ് ലെങ്ത്. എത്ര ക്യാരക്ടറാണ് ഉള്ളത്? ടെക്സ്റ്റ് ലെങ്ത് നോക്കാം. ഇനി ടെക്സ്റ്റ് ബോക്സ് 2 ബി കൊടുക്കുക. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ഓക്കെ. അപ്പോൾ ബിക്ക് എന്താ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഇനി ഇതൊന്നും ഇവിടെ ഡിലീറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈഫ് കൊടുക്കണം. ഈഫ് കണ്ടീഷനാണ്. ഈഫ് എ ഈക്വൽ ഫാൾസ് ആണെങ്കിലാണ് നമുക്കിവിടെ വേണ്ടത്. ഫാൾസ്. ട്രൂ എങ്കിലല്ല. ഫാൾസ്. ആൻഡ് രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1 നോട്ട് ഈക്വൽ ബ്ലാങ്ക്. ദെൻ ഈ കണ്ടീഷൻ, രണ്ട് കണ്ടീഷനും ഒത്തു വന്നെങ്കിൽ എന്ത് ചെയ്യണം? മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1 ഈക്വൽ, അതിനുശേഷം എന്താ? ലെഫ്റ്റ്. മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1 കോമ ലെഫ്റ്റിൽ നിന്ന് എത്ര ക്യാരക്ടർ എടുക്കണം? ബി. ടോട്ടൽ എല്ലാ ക്യാരക്ടറും അതിൽ നിന്ന് ഒന്ന് കുറക്കണം. അതായത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏത് ക്യാരക്ടറാണ് അത് കുറക്കണം. ഓക്കെ. അതിനുശേഷം എന്താ? എൻഡ് ഈഫ്. ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ബീക്കൽ ഫോൾസ്. ഓക്കെ. ഇനി ഇവിടെ 1, 2, 1, 2. ഓക്കെ. ഞാനിവിടെ ടെസ്റ്റ് ടൈപ്പ് ചെയ്യുന്നത്. KLK ഇല്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ. ഇനി നമ്പർ എന്നാ ചെയ്യാം? ഇനി ASK ഇല്ല. നമ്പർ ചെയ്താൽ ഓക്കെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. ടെസ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. ഇനി ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് നമ്മൾ മൊബൈൽ നമ്പറാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? മൊബൈൽ നമ്പർ എത്ര ഡിജിറ്റ്? 10 ഡിജിറ്റ്. അതിൽ കൂടുതൽ പോകാൻ പാടില്ല. അതിനൊന്ന് ചെയ്യാം. ഡബിൾ ക്ലിക്ക്.
me dot text box 1 dot maximum text length equal 10. നോക്കാം. 1 2 3 4 5 6 7 8 9 10 ഇനിയില്ല, 10 മാത്രമേ ഇതിവിടെ അക്സെപ്റ്റ് ചെയ്യൂ. ഓക്കെ. ഇനി ഈ കേസിൽ 10 കുറഞ്ഞും കുറഞ്ഞ ചിലപ്പോൾ നമുക്ക് ഇൻവോയ്സൊക്കെ അടിക്കുമ്പോൾ തെറ്റ് പറ്റലുണ്ട്. 10 ഉള്ളത് 9 അടിക്കും, ചിലപ്പോൾ 11 അടിക്കും. 11 ഏതായാലും ഇനി പോവില്ല, 10ൻ്റെ മുകളിൽ പോവില്ല. അപ്പോൾ ഒന്ന് കുറഞ്ഞതിൽ എന്ത് ചെയ്യണം? ഇനിയിപ്പം 10 കുറഞ്ഞ എന്ന് ചെയ്യണം, ഹൈലൈറ്റ് ആക്കണം നമുക്ക് ഈ ടെസ്റ്റിനെ. ചിലപ്പോൾ ഇൻവോയ്സൊക്കെ അടിക്കുമ്പം ഒന്ന് കുറഞ്ഞു പോകുന്നുണ്ട് മൊബൈൽ നമ്പർ, അപ്പോൾ ഹൈലൈറ്റായി കാണിക്കണം. അതിനു വേണ്ടി ഡബിൾ ക്ലിക്ക്, ഇവിടെ ഒരു ഈഫ് me dot text box 1 dot text length less than 10 എങ്കിൽ then എന്ന് ചെയ്യണം. me dot text box 1 dot for color equal VBA red else അല്ലെങ്കിലോ me dot text box 1 dot text length അല്ല for color equal VB black NG. ഓക്കെ. ഇതൊന്ന് പ്ലേ ചെയ്യാം. ചുവപ്പ് 10 കഴിഞ്ഞാൽ ബ്ലാക്ക്. ഓക്കെ. 1 2 3 4 5 6 7 8 9 10. 11 പോവില്ല, ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ആയിരിക്കും. ഓക്കെ. ഇനി ഇവിടെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സാണ്, ടെക്സ്റ്റ് ബോക്സ് 2 ടെസ്റ്റ് ഓൺലി. ഇതൊന്ന് ചെയ്യുക. സെയിം തന്നെ അതേ വേരിയബിൾ dim a as boolean, അതിനുശേഷം dim b as byte, a equal ഇവിടെ not is numeric. ഇവിടെ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഉപയോഗിക്കണം. ലെഫ്റ്റ് me dot text box 1 കോമ ലെഫ്റ്റ് അല്ല, സോറി, ഇവിടെ റൈറ്റ് ഉപയോഗിക്കണം. റൈറ്റ് me dot text box 2 ഇവിടെ 2 അല്ലേ, 2 കോമ 1 വലത്തുനിന്ന് ഒന്നാമത്തത്. ഓക്കെ. അതിനുശേഷം ബി ഈക്വൽ me dot text box 2 dot text length ഇനി if a equal false and രണ്ടാമത്തെ കണ്ടീഷൻ me dot text box 2 not equal blank, then me dot text box 2 equal left me dot text box 2 കോമ b minus 1. സെയിം ഒന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ അതേ കോഡിങ് തന്നെ. അതിനുശേഷം എന്താ എൻ ഡീഫ് ഒന്ന് ചെക്ക് ചെയ്യാം.
ഓക്കെ. നമ്പർ ടെസ്റ്റ് അടിക്കുക. ഓക്കെ. ഇനി നമ്പർ അടിക്കുക. ഇല്ല, നമ്പർ അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ. ഇനി നമ്പർ അടിക്കുക. ഇല്ല. അതിന് ടെസ്റ്റ് അടിക്കുക. ഓക്കെ. നമ്പർ അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ. ഇനി അടുത്തത് നമ്മളതിൻ്റെ മൾട്ടി ലൈനാണ്. ടെക്സ്റ്റ് ബോക്സ് മൾട്ടി ലൈൻ. ടെക്സ്റ്റ് ബോക്സിൽ ഇപ്പോൾ നമ്മൾ കറൻ്റ് നമ്മൾ ടൈപ്പ് ചെയ്താൽ ഇങ്ങനെ പോകും. സെക്കൻഡ് ലൈൻ വരില്ല. ടെക്സ്റ്റ് ഇങ്ങനെ പോകും. എന്ത് ചെയ്യണം? ഈ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 3 ഡോട്ട് മൾട്ടി ലൈൻ ഈക്വൽ ട്രൂ ആക്കുക. ഓക്കെ. ഇനി ചെക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ സെക്കൻഡ് ലൈൻ ചാലുവായി. എൻ്റെ ഒന്ന് ഇവിടെ ഉദാഹരണത്തിന് നെയിം. നമുക്ക് നെക്സ്റ്റ് ലൈനാണ് വേണ്ടത്. എന്ത് ചെയ്യുക? കൺട്രോൾ എൻ്റർ. മൊബൈൽ നമ്പർ. ശേഷം കൺട്രോൾ എൻ്റർ. നെക്സ്റ്റ് ലൈൻ ചാലുവായി. ഓക്കെ. കൺട്രോൾ എൻ്റർ. ഇങ്ങനെ കൺട്രോൾ എൻ്റർ അടിച്ചാൽ ടാബ് താഴേക്ക് വന്നോളും. ഓക്കെ. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.